ഓക്കെ സെറ്റ് പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഗാങ്സ് ഇവിടെ കണ്ടിരിക്കുന്നു. സെറ്റ് ടിവിയെ ഓക്കെ പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നല്ലൊരു പിറ്റിംഗ്, 2 ഗാങ് നല്ലൊരു പിറ്റിംഗ്. ഓക്കെ ടിവി സൈഡിൽ നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. മെസ്ബോയ് ഗോക്കു പിന്നെ അതുപോലെ തന്നെ ജൂഡാണ് ഇറങ്ങി ഫയർ ചെയ്യുന്നത്. ഓക്കെ തൊട്ട് ബാക്കിൽ സെറ്റ് ഒരു വണ്ടി ഉണ്ട്. ഓക്കെ ആ വണ്ടി കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന്. മോബിയുടെ കവർ കൊടുത്തിട്ടുണ്ട്. കുപ്പില്ല സിറ്റിയില്. ഞാനിപ്പോ സിറ്റുവേഷനിലാടാ, ഞാൻ വരാം. സെക്കൻഡ് ഇവിടെ കത്തി പോയിട്ടുണ്ട്. സെറ്റ് റാംബോ പിപി ഇവിടെ കത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് റാംബോ ആയിരുന്നു ഡ്രൈവർ. ഓക്കെ 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 സെറ്റിയുടെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഫയറിങ്, അതുപോലെ തന്നെ ടിവിയുടെ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഒരു ഫയറിങ്. ഓക്കെ ടി വി തിരിച്ച് വെഹിക്കിൾസിലേക്ക് കയറുന്നു. തിരിച്ച് വെഹിക്കിളിലേക്ക് കയറാനുണ്ട്. നീലും കയറി. സെറ്റിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ കറന്റ് ഓൺഫോർട്ടിലാണ്, മൈറ്റി ഓൺഫോർട്ടിലാണ് കളിക്കുന്നത്. ഓക്കെ മൈറ്റിയും തിരിച്ച് വെഹിക്കിളിലേക്ക് കയറിയിട്ടുണ്ട്. അടിയാണ് നടക്കാൻ പോകുന്നത്. രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജസ്റ്റ് പിറ്റിങ്ങും പ്രീ ഫയർസും മാത്രമേ നടന്നിട്ടുള്ളൂ. ഒരു കാഷ്വാലിറ്റിയും കറന്റ് ഇല്ല. 2 ഗാങ്ങിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ കറന്റ് കത്തിപ്പോയതല്ലാതെ 25 എന്ന് തന്നെയാണ്. എയ്സനും കത്തിപ്പോയിട്ടുണ്ട്. സെറ്റ് എയ്സിനും അങ്ങനെ 3-4 പ്ലേസ് കത്തിയിട്ടുണ്ട്. ഒരാള് കുറവാന്ന് തോന്നിട്ടപ്പോ പ്ലീസ് കം പ്ലീസ് കം. നീലിന്റെ ഭാഗത്ത് നിൽപ്പുണ്ടല്ലോ. എവിടെയാണ് നടന്നാ മതി. വലുതായിട്ടല്ലേ നടക്കുന്നേ? വലുതായിട്ടാ. സ്മോക്കർ ഡാക്കിനിയുടെ വെഹിക്കിളിന് നല്ലൊരു ടാഗാണ് കിട്ടിയിട്ടുള്ളത്. സെറ്റ് ആ ഒരു വെഹിക്കിളിന് നല്ലൊരു ടാഗാണ് കിട്ടിയിരിക്കുന്നത്. എടാ ഹെൽപ്പ് ഒന്ന് നോക്കിയേ ആരെങ്കിലും. ഓക്കെ ടി വി ജുഗറോടെ ഇറങ്ങി. ഇല്ല അത് അന്ന് വെച്ചപ്പോ കിട്ടിയിട്ടില്ല. അതൊന്നും നടക്കുന്നില്ല. ഓക്കെ സെറ്റ് ടിവിയുടെ ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് ടിവി ജുഗുർ ഓപ്പണി ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. സെറ്റ് ഭാഗത്തുനിന്ന് നല്ലൊരു ഫയറിംഗ് വരുന്നു. സ്മോക്കർ ഡാഗിനിയുടെ ഓക്കെ സെറ്റ് ഗീക്കോട് ഇറങ്ങിയിട്ടുണ്ട്. ഗീക്ക് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. സ്മോക്കർ ഡാഗിനിയോട് ഒരു പിക്ക്, LX ഒരു പിക്ക്, ജുഗുർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. LX അടുത്തൊരു പിക്ക്. ഓക്കെ ജർമ്മൻ കണ്ണാപ്പി ഒരു പിക്ക്, ലാല സൽമാൻക്ക് ഒരു പിക്ക്, ഡെവിൻ എസ്കോബാർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡെവിൻ എസ്കോബാർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ വില്ലു PRF ഒരു പിക്ക് എടുത്തിരിക്കുന്നു. മംഗലശ്ശേരി കുറുപ്പ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഡെസ്ട്രോന്റെ അടുത്തൊരു പിക്ക്, നീല ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പരുന്തുവാസ് ഒരു പിക്ക്, മാക്സ് സെറ്റ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ടോബി ഒരു പിക്ക്, മുച്ചിരിയുടെ ഒരു പിക്ക്, നീലിന്റെ അടുത്തൊരു പിക്ക്, മെസ്ബോയ് ഗോക്കുന്റെ ഒരു പിക്ക്. ഓക്കെ ഇവിടെ റായിനടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ പിക്ക്, ടോബിയുടെ അടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ 4ാമത്തെ പിക്ക്, ഡെസ്ട്രോന്റെ 5ാമത്തെ പിക്ക്, ഡെസ്ട്രോ 6 പിക്ക്. ലാസ്റ്റ് 3 കിലോ ഡെസ്ട്രോ. എന്തേ സർവർ സ്റ്റേബിൾ ആടാ, ഇവിടെ നടത്താം, ഇഷ്യൂല്ല. ഓക്കെ സെറ്റ് റൊസാരിയോ റോഡ്രിഗസ് ഇവിടെ കാണാനുണ്ട്. റൊസാരിയോ റോഡ്രിഗസ് ഓക്കെ ഇടിച്ചു കൊല്ലാൻ ട്രൈ ചെയ്യുന്നു. എന്തുകൂടെ കാണിച്ചേ? അറിയത്തില്ല കേട്ടോ കൊണക്കാൻ. കാഴ്ച ബംഗ്ലാവിലോട്ട് തിരിച്ചു. ജസ്റ്റ് 7 വിക്കണ്ട. ഞാൻ അത് സൗണ്ട് സെറ്റ് ആക്കി റെഡി അതാ. എടാ TV സൈഡ് GR മേടിച്ചു. 15 vs 25 കളിച്ചാലും നമ്മൾ ജയിക്കത്തുള്ളൂ.
പിക്ക് കറക്റ്റ് ആവൂല എപ്പോഴും. ഏതാ കണ്ണോ കോൺഫിഡൻസ് എത്ര ഉള്ളൂ? മംഗലശ്ശേരി കുറുപ്പ് തീർത്തില്ലേ? കൂൾ ഡൗൺ ഇട്ടില്ലേ? 22 ഈകള് നിക്കുന്ന നോക്കടാ. ഡ്രസ് മതി മനസ്സിലായ വണ്ടി വള്ളിയെല്ലാം പോരെ ഇമാർക്ക് ഗ്യാങ് വണ്ടി ഇമാർക്ക് ഗ്യാങ് വള്ളിയാണല്ലോ ഗ്യാങ് വള്ളി അങ്ങനെ ഇവന്മാർക്ക് തോക്കിട്ട് കൊരകന്റെ പൂമാല കിട്ടി കണക്കാം. സത്യം സംഭവം അതാണ് കാര്യം അതാണ് ഗ്യാങ് വള്ളി എന്ത് സത്യം സത്യം 4 നേരം ടി ഡി അല്ലടാ. എടാ സൗണ്ട് ബൂസ്റ്റ് ആക്കല്ലേ അളിയാ, ബൂസ്റ്റ് ആക്കല്ലേ, ബൂസ്റ്റ് ഓഫ് ആക്കടാ. മാറ്റണം ക്ലിപ്പ് ആക്കിയതോ? ആ സൂപ്പർ. അതിന്റെ അടുത്തോട്ട് പോയി നിക്കുന്നപ്പം. അല്ലടാ അലക്സ് റേഡിയോയിൽ എന്തോ പറഞ്ഞല്ലോ, കണ്ടീന്നോ എന്തോ. ഇപ്പൊ മനസ്സിലാടാ ഏതവനാ കണ്ടിയെന്ന്. 30 പേരെ അടിക്കുന്ന പറഞ്ഞാൽ 30 പേരെ അടിക്കും. സത്യം പറയല്ലോ TDM അല്ല വാറ്. ഇല്ലടാ കണ്ണാ, കഴിവില്ലാത്തോണ്ടാണല്ലോ ഇല്ലാതെ. എടാ അതാരാ കത്തിപ്പോയാലും തിരിച്ചു ചേർത്തില്ല. എടാ നമുക്ക് സ്നൈപ്പർ സ്റ്റീവ ഇല്ലേ? നിന്റെയൊക്കെ 25 പേർക്ക് നമ്മുടെ ആകെ 3 പേരെ അടിച്ചിടാൻ പറ്റിയ 3 പേരെ. നീ ഇതൊക്കെ നീ പോയി ക്രോസ് ചെക്ക് എത്ര പേരെ അടിച്ചിട്ടെന്ന് കണ്ടികളെ തീട്ടങ്ങളെ വന്നേക്കുന്നവൻ എന്തിനാണ് അപമാനം ഉണ്ടാക്കാനായിട്ട് അവിടെ ആണോ ഇല്ലാത്ത സിറ്റിയിലെ ചെണ്ടകള് സിറ്റിയിലെ ചെണ്ട നാസിക് ഡോള് സിറ്റിയിലെ. ഇനി ഇവന്മാരെ അടിക്കാത്ത ഗ്യാങ്ങുകളൊന്നുമില്ല സിറ്റിയില്. എല്ലാരും അടിച്ചു വരുന്നവരെ പൊറോട്ട അടിക്കുമ്പോൾ അടിച്ച് പൊറോട്ട അടിക്കുമ്പോൾ ആ പാട് പോലുമില്ല കണ്ടികള് അടുത്ത് പറഞ്ഞിട്ടില്ലേ അവിടെ തന്നെ എല്ലാം അവിടെ തന്നെ. സിറ്റി പോയോ? ഇല്ലല്ല ഞാനിവിടെ അങ്ങനെ തോന്നുന്നെങ്കിൽ സ്വന്തം ക്യാമ്പ് മെമ്പറിനോട് അടിച്ചാൽ മതി. കാരണം കൂടെ ഉള്ളവന്മാര് തന്നെ ഫസ്റ്റ് ക്ലാസ് പെണ്ണുങ്ങളാണ്, മനസ്സിലായ പെണ്ണാച്ചികള്. അപ്പൊ നിനക്കൊക്കെ തോന്നുവാണെങ്കിൽ കൂടെ ഉള്ളവന്മാരെ അടിച്ചോ. ഫസ്റ്റ് ക്ലാസ് പെണ്ണാച്ചികളാണല്ലോ ഗ്യാങ് ഇരിക്കുന്നത്. പിന്നെന്തിനാ പുറത്തുനിന്നുള്ളവരോട് പോയി അടിക്കാൻ നിൽക്കുന്നത്? കണ്ടില്ല അവന് കൊടറാവനെ പാവണ്ടാ ട്യൂബ്. അലക്സ് ഒക്കെ കൊണ തുടങ്ങി കേട്ടോ. സത്യം അല്ല അലക്സ് ഒക്കെ കൊണ തുടങ്ങി. വേറെ സംഭവം പറ. ഇനി OTW അരി കേട്ടാ കുറെ നേരെ OTW തൊലിക്കാൻ തുടങ്ങിട്ട്. റേഡിയോയിൽ അടിച്ച കൊണയുടെ 1% കാണിക്കടാ തീട്ടമേ, കേട്ടടാ ട്യൂബേ. നിനക്ക് ബുദ്ധി ഇല്ലെന്ന് പറയുന്നേ വെറുതെ അല്ല, വെറുതെ ആണ് നിന്നെ ട്യൂബിലേറ്റ് നാട്ടുകാർ വിളിക്കുന്നത്. എടാ സത്യോടെ ആരും ട്യൂബ് എന്ന് പേരിടൂടാ. ഒരു 6 ദിവസന്മാർ TDMിലായിരുന്നു. പെറ്റ് കിടക്കുവായിരുന്നു. കത്തിക്കത്തില്ലേ? അതുകൂടാണ്ട് ഫ്രണ്ട്ലി അടിച്ച് പ്രാക്ടീസ് ചെയ്ത് അതാരായിരുന്നു? എടാ പുകൂട്ട രാവിലെ കളിയുണ്ടല്ലോടാ. ഞാൻ കാണും, ഞാൻ കണ്ടിട്ട് എടുക്കത്തുള്ളൂ. നമുക്ക് DC കാണാം. ഒരു കൂട്ടം തീട്ടങ്ങൾ ഒരിടത്തല്ലേ കൊറേ അളിയ ഇറ്റാച്ചി നിനക്കെന്താ തൂറാമുട്ടെന്ന് പറഞ്ഞില്ല ഇവിടെ ഇട്ടോ. കൂട്ടത്തിൽ മനസ്സിലാവില്ല ഏതാ തീട്ടം. എന്താ ഇപ്പൊ പറഞ്ഞവൻ? എന്താ ഈ അൺകൾച്ചർഡ് ആയിട്ട് പറഞ്ഞവൻ? ബാലൻ
വല്ലാത്ത ജീവിതം തന്നെടാ. പിന്നെ കളി തുടങ്ങിയില്ലേ കാണുന്നുണ്ട്. കൊരങ്ങന്റെ പൂമാല കിട്ടിയ അവസ്ഥ മനസ്സിലായോ? പിള്ളേരെ വിളിച്ചോണ്ട് പോടാ. വല്ലാത്തൊരു ജീവിതം തന്നെ. അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടാ. വാസണ്ണ അളി ബോബ് നമ്മളിങ്ങനെ ഞങ്ങള് ഇറങ്ങുന്നു കഴിഞ്ഞു അപ്പൊ തന്നെ രണ്ടു വെടി വെച്ചപ്പോഴും കളി കഴിഞ്ഞു. അന്ന് ഞങ്ങളും വരട്ടെ. എവിടെടാ VC-ലോ കളി കാണാനോ? കാണാനോ കളി കാണാനോ? കളി കാണാൻ ആ സമയത്ത് ഞാനല്ലേ ഇടുന്നേ, ഈഗിളും കണ്ടാ ഇടുന്നേ. എനിക്ക് അറിയത്തില്ലടാ ആ സമയത്ത് എല്ലാരും ഉണ്ട് VC-ലുണ്ടെങ്കിൽ ഇടാം. നമുക്ക് ഈ ജനറൽ VC ഇരിക്കാം. സിറ്റി കയറുന്ന എന്തിനീ മാറുണ്ട് മോനെ. സാൻഡ്വിച്ച് ആക്കാൻ 2 ടീം പുറയുന്നു അടിച്ചൊക്കെ എടുത്തില്ലല്ലോ. നിനക്ക് എന്തൊരു ത്വരയാടാ ഇത്രയും നാളും കയറാതെ ഇപ്പൊ അങ്ങ് സിറ്റി കയറാൻ. അതെ ജോക്കിക്ക് അറിഞ്ഞൂടെ എന്താന്ന്. എല്ലാ പെണ്ണുങ്ങള് സെറ്റാക്കണോ അല്ലേ? അല്ലടാ ഗ്യാങ്ങിൽ കയറണ്ടേ. ഒരു പെണ്ണ് സെറ്റ് ആടാ സിറ്റിയില്. ഏത് പെണ്ണാടാ? പെണ്ണ് സെറ്റ് ആവത്തില്ല. മറ്റേ സൂര്യബോക്സിന്റെ ഇപ്പോഴും നടക്കുന്നത്. പെണ്ണിന്റെ പേരെന്തോ കാത്തിന്നല്ലോ ആണോ? ഇല്ല കുഴപ്പമില്ല. സൂര്യബോക്സിന്റെ ഒപ്പം എന്ത് നടക്കുന്നത്? ഗായത്രി എന്നല്ലോ എന്താ സ്റ്റേജ് ബേസിൽ ഇട്ടാ പോരെ? എനിക്കറിയത്തില്ല. എടാ ഒരു മിനിറ്റ് ഒന്നുമില്ല. എടുത്തിട്ടുണ്ട്. 5 പാമ്പ് നീ വാർത്ര എടുക്കൂടാ? ഇല്ലടാ രണ്ടുപേര് കത്തിപ്പോയി. അമ്മാര് നാണക്കേട് കാരണം തിരിച്ചു കയറിയിട്ടില്ല. 1.5 മണിക്കൂറൊക്കെ എന്തിനാ? ഇനി അവിടെ പോയി സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റൊസാരിയോടെ കാര്യോളിയാ സത്യം. ഒന്നായി എണ്ണു സ്പെയിൻ. ഓസ്ട്രിയ ആയിട്ടല്ലേ? ഇത് റൊസാരി അല്ലടാ. എടാ നീ പെണ്ണുങ്ങളുടെ ലെഗിൻസ് വിട്ടാണോടാ ഇപ്പോഴും നടക്കുന്നത് റൊസാരിയെ? ഇത് എന്തൊരു അവസ്ഥയാണ് നിന്റെയൊക്കെ. വെറുതെ ആണോ നിന്നെ മറ്റേ റെയിൻബോ എന്ന് വിളിക്കുന്ന പിള്ളേര്? എന്തൊക്കെയാടാ ഈ പറയുന്നേ? കത്തിക്കണ്ട ഫോറസ്റ്റ് ഓഫീസർ എടുത്തോളൂ ഇവരെ. 0-0 ഫൗളാണോ? എടാ നിങ്ങൾ വാലറന്റ് കാണാനുണ്ടോ? ഇവിടെ മിസ് ചെയ്യുന്നുണ്ടോ വാലറന്റ്? Are people missing Valorant? Are people missing Valorant? മക്കളെ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യണം. ടൂർണമെന്റ് എന്തിന്? ഉണ്ട്. ഇതിന്റെ ഫ്രസ്ട്രേഷൻ എവിടെ തീർക്കുന്നത് എനിക്കറിയാം. ഞാൻ അവിടെ കാണും. ഇല്ല അല്ല ആപ്പ് അവരുടെ അടി വെച്ച് അളിയാ കത്തിച്ചിടറാ ഇനി നിന്ന് കഴിഞ്ഞാലേ ഡ്രസ് പോണം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റമാർട്ട് അടയ്ക്കും. 2 മണിയുടെ നൂൽസിന് എന്ത് ഉത്തര പ്രത്യേകത? ആ കത്തി നശിക്കട്ടെ എല്ലാത്തിട്ടും. ഒരു സെപ്റ്റി ടാങ്ക് പോലെ. ഇറ്റാച്ചിലൂടെ കളിച്ചൂടെ? രാത്രി നല്ല നാളെ രാവിലെ എങ്ങാനും നോക്കണം. അണ്ണോ എന്തോ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഗ്രാമം? നീ ഏത് ഗ്രാമം എന്ന്